മനനശിഖരത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് തൻ്റെ നിലത്തെഴുത്ത് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി: സഹനത്തിന് ക്രിസ്തു മറ്റൊരു പദം രൂപപ്പെടുത്തി, സ്നാനം. എല്ലാ സഹനവും ഒരാളെ ക്രിസ്തുവാക്കില്ല. വലിയ നോമ്പിലെ 34-ാം ദിവസം നാം ധ്യാനിക്കുന്നതായ വിഷയം ക്രൂശിലെ സ്നാനം എന്നതാണ്. ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം, അതിലെ 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 52 വരെയുള്ള വിശാലമായ പശ്ചാത്തലത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ വേദഭാഗം. ഒരു യാത്രാവിവരണമായി ഈ ഭാഗത്തെ നമുക്ക് കാണാവുന്നതാണ്. കാരണം യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര, ആ യാത്രയിൽ ഒപ്പം പങ്കുചേരുന്നതായ ശിഷ്യന്മാർ, ആ യാത്രയിൽ പല സൗഖ്യദായക സംഭവങ്ങളും ഓർമ്മപ്പെടുത്തലുകളും വർത്തമാനങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൊന്നാണ് ഇന്നത്തെ വേദഭാഗവും. പ്രസ്തുത ധ്യാനഭാഗത്തെ 2 ഭാഗങ്ങളായി കാണാം. ആദ്യത്തേത് വാക്യം 35 മുതൽ 45 വരെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഉൾക്കാഴ്ച പകരുന്ന ഓർമ്മപ്പെടുത്തൽ. അടുത്തത് ഒരു അനുഭവപ്പെടലാണ്, വാക്യം 46 മുതൽ 52 വരെ കാഴ്ചയും കാഴ്ചപ്പാടും പുതുക്കുന്ന അനുഭവം. ആദ്യ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു തുറന്ന വർത്തമാനമാണ്. സെബദി മക്കളുടെ ആഗ്രഹമാണ് അവിടെ. എന്നാൽ അതിൻ്റെ മറുപടി യേശുവിൻ്റെ പീഡാനുഭവങ്ങളെയും തൻ്റെ ക്രൂശ് മരണത്തെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിയാണ്. വാക്യം 38 ഇങ്ങനെയാണല്ലോ: ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ കുരിശിനെ, അതിലെ സഹനത്തെ സ്നാനമായി യേശു ഇവിടെ കാണുന്നു. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ചോദ്യത്തിന് അതിന് പിന്നിലുണ്ടായിരുന്നതായ അപകടം അവരുടെ മഹത്വത്തിനായി അവർ ചിന്തിച്ചു എന്നതാണ്. ഒരു പദവിയിലേക്കോ അതിൻ്റെ ശ്രമത്തിലേക്കോ ഒരു ശൈലി അവരുടെ ഇടയിൽ രൂപപ്പെട്ടതിൻ്റെ പിന്നിൽ അന്നത്തെ മത, സാമൂഹിക, രാഷ്ട്രീയ സ്വഭാവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അത്തരം അധികാര ഘടനകളോടുള്ള ഒരു വിമർശനം കൂടിയാണ് ഈ വർത്തമാനം. അവിടെ രൂപപ്പെടേണ്ടതായ ശൈലി ദൈവരാജ്യത്തിൻ്റെ ശൈലിയാണ്. അവിടെ ഒരുക്കപ്പെടേണ്ടതായ പാത കുരിശിൻ്റെ പാതയാണ്. അതിനാൽ ഇവിടെ ഒന്നാമതായി നമുക്ക് ധ്യാനിക്കാം, പദവിക്കല്ല പാതയ്ക്കാണ് പ്രാധാന്യം. രണ്ടാമതായി, ഉടമയാകാനല്ല കടമ നിർവഹിക്കുന്നതാണ് പ്രാധാന്യം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയും ശുശ്രൂഷകരും എപ്രകാരം ആകരുത് എന്ന ഓർമ്മപ്പെടുത്തലും അതിൻ്റെ കാർക്കശ്യവും ഇതിലുണ്ട്. വാക്യം 43 അതാണ്: നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. ശേഷം പറയുന്നത് രൂപപ്പെടുത്തേണ്ടതും രൂപാന്തരപ്പെടേണ്ടതുമായ ജീവിത ശൈലിയാണ്, ഒരു ശുശ്രൂഷ ശൈലിയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ളതും ഇനി തോന്നാവുന്നതുമായ ഇത്തരം ഇച്ഛകൾക്ക് മാറ്റം സംഭവിക്കേണ്ടതുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് പറയാമല്ലോ. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധ്യമാകുമോ? മനുഷ്യ ജീവിതത്തിൽ അതൊരു ശൈലിയായി മാറുമോ? അങ്ങനെ മാറുമെന്നതിൻ്റെ തെളിവാണ് വാക്യം 45: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമത്രേ വന്നത്. ഈ വാക്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് നമുക്കറിയാം. കാരണം മനുഷ്യപുത്രൻ എന്ന പദത്തോടെ ഈ സുവിശേഷകൻ അതിനെ പരാമർശിക്കുമ്പോൾ ഒരു സഹനദാസന്റെ എല്ലാ ശൈലിയും ജീവിതശൈലിയാക്കിയവൻ്റെ കടമയാണ് ഇതിൽ കാണുന്നത്. ഒന്നുകൂടെ ചിന്തിച്ചാൽ ഈ ദൈവത്തെ ഒരു പച്ച മനുഷ്യനാക്കിയത് സഹനമാണ്, അല്ലാതെ സാഹസമല്ല. ഇന്ന് സാഹസം അത് ലഹരിയായും കൊലപാതകമായും ആത്മഹത്യയായും സമൂഹത്തിൽ പെരുകുന്നത് സഹനാനുഭവങ്ങളുള്ള മനുഷ്യന്മാർ
ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിച്ചു പോകുന്നു. സഹനം സഹജീവികളെ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ചയാണ്. അതിനാൽ ഉടമയാകാനല്ല, ആ കടമയാണ് ഏറ്റവും പ്രധാനം. ഈ 2 ധ്യാനങ്ങളുടെ സംഗ്രഹമായി അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ നാം കാണുന്നത് ബർത്തിമായിക്ക് ലഭിക്കുന്ന കാഴ്ചയാണ്. നിലവിളികൾ ഉയരുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് അന്നും ഇന്നും. വാക്യം 48 അത് നമുക്ക് കാണാം. എന്നാൽ യേശു അതിനോട് ഇടപെടുമ്പോൾ ഒരു കാഴ്ച മാത്രമല്ല, കാഴ്ചപ്പാടിൻ്റെ പുതുക്കലും കൂടെയാണ് അവിടെ സംഭവിക്കുന്നത്. എന്തിനാകും ഈ മനുഷ്യൻ കാഴ്ച പ്രാപിപ്പാൻ ആഗ്രഹിച്ചത് എന്ന് നമുക്ക് തോന്നും. വാക്യം 52 അതിനുള്ള ഒരു സൂചന പോലെ കാണുകയാണല്ലോ. അതിങ്ങനെയാണ്: ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. യേശു ഇതുവരെയും ഓർമ്മപ്പെടുത്തിയത് തൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയും ശുശ്രൂഷയുടെ ശൈലിയും അനുഗമനത്തിൻ്റെ ശൈലിയുമാക്കി ബർത്തിമായി അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചിന്തിക്കാമല്ലോ, പദവിയല്ല, ക്രൂശിൻ്റെ പാതയാണ് പ്രധാനം. ഉടമയാകാനല്ല, ക്രൂശിതനായി കടമ ചെയ്യുന്നതാണ് പ്രധാനം. ലിജോ കരിപ്പുഴ അച്ഛൻ എഴുതിയ ഞങ്ങളോടൊപ്പം ഒരു വിശുദ്ധൻ ജീവിച്ചിരുന്നു എന്ന പുസ്തകത്തിൽ ജോൺ ചിന്നതുരെ അച്ഛൻ്റെ ജീവിതമാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അതിലൊരു അധ്യായത്തിൽ ചിന്നതുരെ അച്ഛൻ കുംഡ മിഷനിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെയുള്ള കുട്ടികൾ ഒരു ഹാർഡ് ബോർഡിൽ ഒരു കുരിശുണ്ടാക്കി അതിനോടൊപ്പം കുറേ റോസാപ്പൂക്കൾ ചേർത്ത് വെച്ചു. കുട്ടികൾ എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഇതിൽ നിന്ന് ഒന്നെടുക്കണം അച്ഛാ. അച്ഛൻ പൂക്കൾക്കിടയിൽ നിന്നും ആ കുരിശാണ് എടുത്തത്. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ക്രോസ് ഈസ് ബെറ്റർ ദാൻ റോസസ്. ശരിയാണ്, കുരിശിലെ സ്നാനമായി കണ്ടവൻ്റെ പാതയാണ് പ്രധാനം. അതുതന്നെയാണ് എന്നെന്നും ശ്രേഷ്ഠം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.